പ്രത്യാശയുടെ ദൈവം വിശ്വാസത്തിന്റെയും ആത്മാവിന്റെയും സമൃദ്ധി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു തിരുവചനം നമുക്ക് ഇന്ന് ധ്യാനിക്കാം. പൗലോസ് അപ്പസ്തോലൻ റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. ഈ ഒരൊറ്റ വാക്യം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ വെളിപ്പെടുത്തുന്നു. ഇവിടെ 3 പ്രധാന സത്യങ്ങളുണ്ട്: പ്രത്യാശയുടെ ഉറവിടം, അതിന്റെ ഫലം, അതിലേക്ക് നമ്മെ നയിക്കുന്ന ശക്തി. 1. പ്രത്യാശയുടെ ഉറവിടം, വിശ്വാസം. നമ്മുടെ പ്രത്യാശയുടെ ഉറവിടം മറ്റാരുമല്ല, അത് പ്രത്യാശയുടെ ദൈവമാണ്. ലോകത്തിലെ പ്രത്യാശ ക്ഷണികമാണ്, അത് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ ദൈവം നൽകുന്ന പ്രത്യാശ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൽ പ്രത്യാശിക്കാൻ കഴിയുന്നത്? കാരണം അവിടുത്തെ പദ്ധതികൾ നമുക്കുവേണ്ടി നന്മയുള്ളതാണ്. പഴയ നിയമത്തിൽ ജെറേമ്യ 23:11 പറയുന്നു, നിങ്ങൾക്ക് പ്രത്യാശയും ഭാവിയും നൽകുവാനായി ഞാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങൾ എനിക്കറിയാമെന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും നമുക്ക് പ്രത്യാശ കൈവിടേണ്ടതില്ല. കാരണം നമ്മുടെ കർത്താവ് നല്ല പദ്ധതികളുള്ളവനാണ്. ആ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. 2. പ്രത്യാശയുടെ ഫലം, സന്തോഷവും സമാധാനവും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന സമ്മാനമെന്താണ്? സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ഇവിടെ സാധാരണ സന്തോഷത്തെക്കുറിച്ചല്ല പറയുന്നത്. ലോകം നൽകുന്നതിനേക്കാൾ വലിയ ഒരവസ്ഥയാണിത്. നമ്മുടെ സാഹചര്യങ്ങൾ മാറിയില്ലെങ്കിൽ പോലും നിലനിൽക്കുന്ന ഒരു സമാധാനം. ഫിലിപ്പ്യർ 4:7 പൗലോസ് പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും കാത്തുകൊള്ളും. ബുദ്ധിക്കതീതമായ ഈ സമാധാനമാണ് പ്രത്യാശയുള്ള ഒരു വിശ്വാസിയുടെ അടയാളം. 3. പ്രത്യാശയിലെ സമൃദ്ധി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഈ സന്തോഷത്തിലും സമാധാനത്തിലും പ്രത്യാശയിലും നമ്മെ സമൃദ്ധി പ്രാപിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. നമുക്ക് സ്വന്തമായി ഈ പ്രത്യാശ നിലനിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നില്ല. പരിശുദ്ധാത്മാവാണ് നമ്മെ മുന്നോട്ടു നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയുടെ ദൈവത്തിലേക്ക് നമ്മുടെ വിശ്വാസം അർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവിക സന്തോഷവും സമാധാനവും നിറയാൻ പരിശുദ്ധാത്മാവിനായി നമുക്ക് തുറന്നുകൊടുക്കാം. എങ്കിൽ നമ്മുടെ ജീവിതം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളതായിത്തീരും.